ഇതേ സമയം തന്നെ നമ്മളുടെ ഹരാനെയും കാണിക്കുന്നുണ്ടായിരുന്നു. അവൾ വിചാരിക്കും അരമണിക്കൂറിനുള്ളിൽ ചാൻ വരാമെന്ന് പറഞ്ഞത് മിക്കവാറും വണ്ടി ഓടിച്ചിട്ടായിരിക്കും, അവൻ എങ്ങനെ സേഫായിട്ട് ഇവിടെ എത്തുമെന്ന് പറഞ്ഞ് അവൾ ഭയങ്കര ടെൻഷനിലാവും. അവൾ നമ്മളുടെ ചാനിനെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ നോക്കും, എന്നാൽ അവൻ്റെ ഫോണും കിട്ടത്തില്ല. അവൾ വേഗം തന്നെ നമ്മളുടെ ആ കഫേയിലായിട്ട് വരും. വന്ന് നോക്കുമ്പോൾ അവിടുത്തെ അങ്കിള് പറയും നമ്മളുടെ ചാൻ ഇവിടുന്ന് പോയി, അവൻ്റെ പാസ്പോർട്ടെല്ലാം വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ US പോകുന്നെന്നാ പറഞ്ഞേന്ന്. ഇത് കേട്ടിട്ട് നമ്മളുടെ ഹരാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് നല്ല വിഷമമാവും. ഇവിടെയായിട്ട് നമ്മളുടെ ചാനായിരുന്നാലും ഹരാനെ വിളിക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് നമ്മളുടെ ഹരാനാണെങ്കിൽ കിംനാനയുടെ ഓഫീസിലായിട്ടായിരുന്നു. അവളുടെ ഫോൺ അവളുടെ ഓഫീസിലായിട്ട് വെച്ചതുകൊണ്ട് തന്നെ അവൾക്ക് കോൾ എടുക്കാൻ പറ്റത്തില്ല. ഇവിടെയായിട്ട് നമ്മളുടെ ഹരാൻ വേഗം തന്നെ അവളുടെ ആ ക്യാമറയിൽ എടുത്ത ഫോട്ടോസില്ലേ അതിനെല്ലാം പ്രിന്റ് ചെയ്ത് വാങ്ങിക്കും. അങ്ങനെ പ്രിന്റ് ചെയ്ത് എടുക്കുമ്പോഴേ അവൾക്ക് മനസ്സിലാവുന്നേ ഈ ഫോട്ടോസ് ഇവൾ എടുത്തത് മാത്രമല്ല അതിന് മുന്നേ ഉള്ള ഫോട്ടോസും ഉണ്ട് എന്ന്. അതിലെല്ലാം നമ്മളുടെ ഹരാൻ കിടന്ന് ചിരിക്കുന്ന ഫോട്ടോസായിരുന്നു. ഇത് കണ്ടിട്ട് അവൾക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ അവൾക്കൊരു കാര്യം ഓർമ്മ വരും, നമ്മളുടെ ചാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന്. ഇത് കേട്ടിട്ട് അവളവിടെ നല്ലതുപോലെ ഇമോഷണലായിട്ട് കരയാൻ തുടങ്ങും. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. നമ്മളുടെ ചാനാണെങ്കിൽ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഒരു വണ്ടി ഇടിക്കാൻ വേണ്ടിയിട്ട് വന്നില്ലേ, പെട്ടെന്ന് തന്നെ നമ്മളുടെ ചാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തിട്ട് ആ വണ്ടീനെ ഒരു സൈഡിലായിട്ട് ഒതുക്കും. അവനവിടെ കോൾ വന്നിരിക്കുന്നത് തന്നെ അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തു നിന്നാണ്. അവൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറയും എടാ വലിയൊരു പ്രശ്നമുണ്ട്, US കമ്പനി നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോജക്റ്റിനെ തന്നെ ക്യാൻസൽ ചെയ്തിരിക്കുക, നമ്മൾ അത്യാവശ്യമായിട്ട് ഇപ്പോൾ US പോയേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെയാണ് നമ്മളുടെ ചാൻ വേഗം തന്നെ US പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. അവൻ നമ്മളുടെ ഹരാനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും, എന്നാൽ കോൺടാക്ട് കിട്ടത്തതുമില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചാനാണെങ്കിൽ ഫ്ലൈറ്റിലായിട്ട് ഇരിക്കുന്നതാണ്. നമ്മളുടെ ഹരാൻ ആയിരുന്നാലും കഫേയിലായിട്ട് വരുന്ന അവിടുത്തെ അങ്കിള് കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ നമ്മളുടെ ഹരാന് കാര്യം മനസ്സിലാവും. ഇവരുടെ കമ്പനിയിലുള്ളവർക്കും മനസ്സിലായിട്ടുണ്ട്, അതായത് ഈ ആനിമേഷൻ കമ്പനി ആണെങ്കിൽ അവരുടെ ആ ഒരു പ്രോജക്റ്റിനെ തന്നെ ഇപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുക എന്ന്. എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു. അവിടെ ഉള്ളൊരു എംപ്ലോയി ആണെങ്കിൽ പറയാൻ തുടങ്ങും നിങ്ങൾ ആരും വിഷമിക്കുകയൊന്നും വേണ്ട, ചാൻ എന്തായിരുന്നാലും പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് നമുക്ക് എല്ലാവർക്കും സർപ്രൈസ് തരുമെന്ന്. ആ എംപ്ലോയി തന്നെ നമ്മളുടെ ഹരാൻ്റെ അടുത്തും വന്നിട്ട് പറയും നീ വിഷമിക്കുകയൊന്നും വേണ്ട, എനിക്കറിയാം നീ മിക്കവാറും ചാനിനെ മിസ് ചെയ്തിരിക്കുമായിരിക്കും എന്ന്. അവൻ എന്തായിരുന്നാലും ഉടനെ തിരിച്ചു വരുമെന്ന് പറയും. നമ്മുടെ ഹരാനായിരുന്നാലും എല്ലാ ദിവസവും ആ കഫേയിലായിട്ട് ചെല്ലും, ചാനിൻ്റെ വല്ല വിവരം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെയായിട്ട് നമ്മളുടെ അങ്കിളായിരുന്നാലും അതേപോലെ ജീനിയസ് എന്ന് പറഞ്ഞാൽ പട്ടിക്കുട്ടിയില്ലേ, എല്ലാവരും നമ്മളുടെ ചാനിനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഹദാമിനെയാണ്. അവളാണെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ കയ്യിലായിട്ടൊരു ബോട്ടിലും ഉണ്ട്. അവൾ വന്നിട്ട് ചോദിക്കും അല്ല നിന്റെ ബോട്ടിൽ എന്താ എൻ്റെ മുത്തശ്ശിയുടെ ടേബിളിൻ്റെ അടുത്ത് നിന്നാണല്ലോ കിട്ടിയത്, അതെങ്ങനെ അവിടെ വന്നത്? ഇത് കേൾക്കുന്നേ നമ്മളുടെ യുഗ്യം വന്നെങ്കിൽ നല്ലതുപോലെ നിന്ന് പരിങ്ങുന്നുണ്ടായിരുന്നു. അവൾ ചോദിക്കും സത്യം പറ നിൻ്റെ അടുത്ത് മുത്തശ്ശി എന്താ പറഞ്ഞത്, എനിക്കറിയണം. നിന്നെ അന്ന് ഞാൻ കാണാൻ വന്ന സമയത്ത് നിൻ്റെ ഫോണിനകത്ത് ആ സോറയുടെ പേരാണെങ്കിൽ ലവ് ചിഹ്നത്തിൽ സേവ് ചെയ്തിട്ടേക്കുമായിരുന്നു. നീ ഇപ്പോൾ അവളുമായിട്ട് ഡേറ്റ് ചെയ്യുമല്ലേ, എൻ്റെ മുത്തശ്ശി പറഞ്ഞില്ലേ പൈസ തന്നു കഴിഞ്ഞാൽ നീ എന്നെ വിട്ട് പോകണമെന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ യുഗ്യോമ്പ് ഭയങ്കര ഷോക്കായിട്ട് പറയും നീ എന്തൊക്കെയായി പറയുന്നത്, അങ്ങനെയൊന്നുമില്ല എന്ന്. എന്നാൽ നമ്മളുടെ ഹദാമിന് കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ട്. അവൾ ആ ഡൗട്ടെല്ലാം വെച്ചിട്ട് ഇവനെ നല്ലതുപോലെ സംശയിക്കാൻ തുടങ്ങും. എന്നാൽ നമ്മുടെ യുഗ്യോമ്പ് ഭയങ്കരമായിട്ട് വിഷമത്തിൽ പറയും നിനക്ക് എന്നെ ഒട്ടും വിശ്വാസം ഇല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പിണങ്ങി എങ്ങ് പോകും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഹരാനെയാണ്. അവളിങ്ങനെ ഓഫീസിൽ കൂടി നടക്കാൻ നേരത്ത് പുറകിൽ നിന്ന് ആരോ അവളുടെ പേര് വിളിക്കുന്ന പോലെ തോന്നും. അവൾ വിചാരിക്കും നമ്മളുടെ ചാനായിരിക്കും എന്ന്. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെ മിസ്റ്റർ യൂനായിരുന്നു. അയാൾ പറയും US കമ്പനിയിലുള്ളവർ ആ പ്രോജക്റ്റ് റദ്ദാക്കിയിരിക്കുക, അതുകൊണ്ട് അവരുമായിട്ട് നമുക്കിപ്പോൾ ഒരു കോൺടാക്റ്റും വെക്കാൻ പറ്റുന്നില്ല, അവരെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. ഇത് കേട്ടിട്ട് നമ്മുടെ ഹരാന് നല്ല വിഷമമായിട്ടുണ്ടായിരുന്നു. അവൾ നമ്മളുടെ ചാനിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്ത് നോക്കും, എന്നാൽ അവൻ്റെ കോള് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഹരാൻ വേഗം തന്നെ വീട്ടിലായിട്ട് തിരിച്ചു വരുന്നതാണ്. വീട്ടിൽ വരുമ്പോൾ നമ്മളുടെ ഹയോങ് ആണെങ്കിൽ ഭയങ്കര ഡിപ്രഷൻ അടിച്ചിട്ട് ഉള്ള സ്നാക്സ് എല്ലാം കഴിച്ച് അതിൻ്റെ കവറെല്ലാം അവിടെ വലിച്ചു വരിയിട്ടിരിക്കുക. ഇത് കാണുന്ന ഹരാൻ ഭയങ്കര ദേഷ്യത്തിൽ പറയും മര്യാദയ്ക്ക് ഇതെല്ലാം വൃത്തിയാക്കിക്കോ എന്ന്. എന്നാൽ ഹയോങ് പറയും ഞാൻ വൃത്തിയാക്കിക്കോളാം പിന്നെ ആവട്ടെ എന്ന്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാനായിട്ട് തുടങ്ങും. അവസാനം സ്നാക്സ് വലിച്ചെറിയാൻ തുടങ്ങും. ഇവിടെയായിട്ട് നമ്മുടെ ഹദാമ വന്നിട്ട് ബഹളം വെച്ചിട്ട് പറയും രണ്ടെണ്ണം ഒന്ന് നിർത്തുമോ, കുറച്ച് സമാധാനം തരുമോ എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ കിടന്ന് ബഹളം വയ്ക്കും. അങ്ങനെ അവസാനം 3 പേര് സമാധാനമായിട്ട് ഓരോരോ മൂലയ്ക്കായിട്ട് ചെന്നിരിക്കാൻ തുടങ്ങും. പിന്നീട് കുറച്ച് നേരം കഴിയുന്നത് 3 പേര് റെഡി ആയിട്ട് പുറത്തിറങ്ങും. ഇവിടെയായിട്ട് എല്ലാവർക്കും നല്ല ഗിൽറ്റി ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം 3 പേരുകൂടി പുറത്തു പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. 3 പേരുകൂടി പുറത്ത് എന്ന് നിൽക്കുന്നതും നമ്മളുടെ ഹദാമ് പറയും എനിക്ക് തോന്നുന്നത് ഞാൻ ബ്രേക്കപ്പ് ആയി എന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ ഹയോങ് ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങും. അവൾ പറയും നിങ്ങളുടെ ഈ കൊച്ചു ഫൈറ്റിനെ ഒന്നും ബ്രേക്കപ്പ് എന്ന് പറയല്ലേ എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ഹയോങ് ആണെങ്കിൽ ഹരാൻ്റെ അടുത്ത് ചോദിക്കും അല്ല നീ എന്തിനാ എൻ്റെ ദേഹത്തായിട്ട് സ്നാക്സ് വലിച്ചെറിഞ്ഞത്, നീ കുറേ കാലത്തിന്
അതിനുശേഷമാണല്ലോ ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്നത്. എന്നാൽ നമ്മളുടെ ഹരാൻ ഇത്തവണയും പറയും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെയാ എന്ന്. അങ്ങനെ 3 പേരും നല്ലൊരു ക്വാളിറ്റി ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് കാറിൽ വരാൻ നേരത്ത് നമ്മളുടെ ഹരാനാണെങ്കിൽ അവളുടെ ഫോണിലുള്ള ആ വാൾപേപ്പറില്ലേ അത് കണ്ടിട്ട് വിചാരിക്കും ഞാൻ എന്തിനാ വെറുതെ ഈ വാൾപേപ്പർ എടുത്തിട്ടിരിക്കുന്നത്, അതിൻ്റെ ഒരു ഉപയോഗവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൾ വാൾപേപ്പറൊക്കെ മാറ്റും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവൾ അടുത്ത ദിവസം ആ കഫേയിലായിട്ട് വരുന്നതാണ്. ഇവിടെ ഇപ്പോഴും നമ്മളുടെ ആ കഫേയുടെ ഓണറാണെങ്കിൽ ചാനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ആർക്കും അവൻ്റെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ ഹദാമിനെ കാണിക്കും. അവളാണെങ്കിൽ നമ്മളുടെ ഈ യുഗ്യോമിനെ കാണുന്ന പെട്ടെന്ന് ഒളിച്ച് നടക്കാനൊരുങ്ങും. അവൾ വിചാരിക്കും ഞാനെന്തിനാ ഒളിച്ച് നടക്കുന്നത്, ഞങ്ങളിപ്പോൾ ബ്രേക്കപ്പ് ആയില്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര കാര്യമായിട്ട് അതിൽ നടന്നു പോകും. ഇവിടെയായിട്ട് നമ്മളുടെ ഹദാമിൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നാലും ബാക്കിയുള്ള പെൺപിള്ളേരായിരുന്നാലും എല്ലാവരും നമ്മളുടെ ഈ യുഗ്യോമിനെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവനായിരുന്നാലും ഇപ്പോൾ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ കിംനാനേനെയാണ്. അവരാണെങ്കിൽ ഇപ്പോഴും അവരുടെ കയ്യിലുള്ള ആ ഒരു കീ നോക്കിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് അവർ വേഗം തന്നെ അവിടെയുള്ള വലിയൊരു അലമാര തുറന്നിട്ട് അതും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ അടുത്ത ദിവസം എംപ്ലോയീസ് എല്ലാവരും അറിയുന്നതാണ് നമ്മളുടെ ഹരാനാണെങ്കിൽ ഇന്നത്തെ ദിവസം ലീവ് എടുത്തിരിക്കുക എന്ന്. അവൾ അങ്ങനെ ലീവ് ഒന്നും എടുക്കുന്ന ഒരാളെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ഷോക്കായിട്ട് നിൽക്കും. നമ്മുടെ ഹെയോങ് ആയിരുന്നാലും വന്ന് നാനയെടുത്ത് പറയും അല്ല എന്തിനാ ഹരാൻ എന്ന് ലീവ് എടുത്തത്. അപ്പം നമ്മളുടെ ഈ കിംനാന ചോദിക്കും അതെന്താ അവൾക്ക് ലീവ് എടുത്തൂടെ. ഇവിടെ എല്ലാവരും അവളുടെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിംനാനയ്ക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഡിമെൻഷ്യയാണ് അസുഖം. അങ്ങനെ അവർ ചെക്കപ്പിന് വേണ്ടിയിട്ട് വരുന്ന സമയത്ത് തന്നെ അവരറിയും അതായത് ഇവർ ചെയ്ത ഒരു പ്രോജക്റ്റിനകത്ത് ഇവർ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ കിംനാനയാണെങ്കിൽ ആ ഒരു ചെക്കപ്പ് ഒന്നും കംപ്ലീറ്റ് ആക്കാൻ നിൽക്കത്തില്ല. വേഗം തന്നെ അവർ അവിടെ നിന്ന് ഇറങ്ങി ഓടി അവരുടെ കമ്പനിയിലായിട്ട് വരാനായിട്ട് ഇറങ്ങും. അങ്ങനെ ഇറങ്ങി ഓടുന്ന സമയത്ത് നമ്മളുടെ ആ കഫേയിലുള്ള അങ്കിളില്ലേ അയാളാണെങ്കിൽ ഈ കിംനാനേനെ കാണുകയും ചെയ്യും. എന്നാൽ അയാൾക്കൊന്നും മനസ്സിലാവത്തില്ല ഇവർക്ക് എന്താ അസുഖം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവർ ഈ കമ്പനിയിൽ വന്നിട്ട് ഇവർ ചെയ്ത ആ ഒരു മിസ്റ്റേക്കിനെല്ലാം സോറിയൊക്കെ പറഞ്ഞ് അതെല്ലാം ക്ലിയർ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈ കിംനാനയാണെങ്കിൽ റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകാൻ നേരത്ത് പെട്ടെന്ന് തന്നെ ഒരു ഷോപ്പ് കണ്ട് നിന്ന് കരയാനായിട്ട് തുടങ്ങും. ഇതേ റോഡിൽ കൂടി തന്നെ നമ്മളുടെ ഹെയോങ് പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അവൾക്ക് തോന്നും അവൾ അവളുടെ മുത്തശ്ശീനെ കണ്ടു എന്ന്. എന്നാൽ അവൾ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ എങ്ങും അവരുടെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി സമയമാവുന്നത് നമ്മളുടെ ഈ ഹെയോങ് ആയിരുന്നാലും ഹദാമായിരുന്നാലും ഹരാന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അങ്ങ് ഉറങ്ങി പോകുന്നതാണ്. അങ്ങനെ നമ്മളുടെ ഹരാൻ അവസാനം എത്തും. ഇവിടെയായിട്ട് നമ്മുടെ മുത്തശ്ശി ആയിരുന്നാലും ഹരാൻ്റെ അടുത്തൊന്നും ചോദിക്കത്തില്ല. അപ്പോൾ ഹരാൻ ചോദിക്കും മുത്തശ്ശി എന്താ എൻ്റെ അടുത്ത് ഒന്നും തിരക്കാത്തത്. ഉടനെ തന്നെ മുത്തശ്ശി പറയും എനിക്ക് നന്നായിട്ടറിയാം നീ ആ ചാനിനെ മറക്കാൻ നല്ലതുപോലെ കഷ്ടപ്പെടുന്നുണ്ട് എന്ന്. നീ അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനല്ലേ പോയത്. നീ വിഷമിക്കുകയൊന്നും വേണ്ട. നിനക്ക് അത്രയ്ക്കും റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നീ നേരെ US പോ. എന്നെ ഇത് കേൾക്കുന്നേ ഹരാൻ പറയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുകൊണ്ടാണ് ഞാൻ ആരുമായിട്ട് ഇത്ര ക്ലോസ് ആവാത്തത്. എനിക്കിപ്പോൾ നല്ല റിഗ്രറ്റ് ഉണ്ട്. ആദ്യം അവൻ എൻ്റെ അടുത്ത് ക്ലോസ് ആവാൻ വന്നപ്പോൾ ഞാൻ അവനെ തള്ളി മാറ്റുക ചെയ്തത്. എന്നാൽ അന്ന് ക്ലോസായി വന്ന സമയത്ത് അവൻ ഇത്ര പെട്ടെന്ന് പോവുകയും ചെയ്തു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല അവൻ എൻ്റെ ലൈഫിൽ നിന്ന് ഇത്ര പെട്ടെന്ന് അങ്ങ് പോകുമെന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഹരാൻ പറയും ചാൻ എനിക്ക് ഒരുപാട് ഡ്യൂട്ടീസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അവൻ ഇഷ്ടപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. എന്നാൽ എനിക്കതൊന്നും കണ്ടിട്ട് അത്ര സന്തോഷിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ ഇപ്പോഴും ഭയങ്കര ലോൺലി ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ കേട്ടിട്ട് നമ്മളുടെ കിംനാനയ്ക്ക് എന്ത് പറയണമെന്ന് തന്നെ അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസമാണെങ്കിൽ നമ്മളുടെ കിംനാന വന്നിട്ട് പറയുന്നത് നമുക്ക് കമ്പനിയുടെ ഭാഗമായിട്ട് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. അതിൻ്റെ ഒരു കോമ്പറ്റീഷനും എക്സിബിഷനും ഒക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ആര് പോകുമെന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഹരാൻ തന്നെയാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. കൂടെ തന്നെ ഒരു എംപ്ലോയി പറയും ഞാനും കൂടെ പോകാം എന്ന്. അങ്ങനെ രണ്ടുപേരുടെ ആ എക്സിബിഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹരാനാണെങ്കിൽ അവളുടെ ഫോണിലായിട്ട് ഒരു റിസർവേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അത് നമ്മളുടെ ചാൻ തന്നെ ചെയ്തതായിരുന്നു. അതായത് അവൻ US പോകുന്നതിന് മുന്നേ ആയിട്ട്. ഇത് കാണുന്നേ ഹരാൻ ഭയങ്കര ഷോക്കായിട്ട് നിൽക്കും. എന്നാൽ അവളുടെ കൂടെയുള്ള എംപ്ലോയി പറയും അയ്യോ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് അല്ലേ. ഇവിടെയാണെങ്കിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് തന്നെ ഭയങ്കര റെയർ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്തായിരുന്നാലും ഒരു കാര്യം ചെയ്യാം, നമുക്കവിടെ പോയി നല്ലതുപോലെ എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവളുടെ കൂടെയുള്ള എംപ്ലോയി ഇവളെയും വിളിച്ചുകൊണ്ട് പോകാനൊരുങ്ങും. എന്നാൽ ഹരാന് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഹരാനാണെങ്കിൽ അവിടെ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവും. അവരങ്ങനെ ആ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് അങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്നതും പെട്ടെന്ന് തന്നെ ആ കൂടെയുള്ള സ്റ്റാഫിന് ഒരു കോൾ വന്നിട്ട് അവൻ പറയും അയ്യോ എനിക്ക് എമർജൻസി ആയിട്ട് ഒരു സ്ഥലം വരെ പോയേ പറ്റൂ, നീ തന്നെ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ഫുഡൊക്കെ എൻജോയ് ചെയ്യുമെന്ന്. ഇവിടെ ഹരാന് എന്ത് വേണമെന്ന് തന്നെ അറിയത്തില്ലായിരുന്നു. അവൾ അങ്ങനെ ആ ഒരു റെസ്റ്റോറൻറ്റ് ഭംഗിയെല്ലാം ഇറങ്ങി നടന്ന് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നതും പെട്ടെന്ന് തന്നെ പുറകിൽ നിന്ന് ഒരാൾ വന്നിട്ട് വിളിക്കും ഹരാൻ എന്നും പറഞ്ഞിട്ട്. അവൾ ഭയങ്കര ഷോക്കായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല നമ്മളുടെ ചാൻ തന്നെയായിരുന്നു. അവൾക്ക് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ വിചാരിക്കും ഞാനിപ്പോൾ വല്ല ഡ്രീം ചെയ്യുവാണോ എന്ന്. പെട്ടെന്ന് തന്നെ ചാൻ വന്നിട്ട് പറയും നീ ഡ്രീം കാണുന്നതല്ല, ഞാൻ തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇത്രയും നല്ലൊരു റെസ്റ്റോറൻറ്റ് കഷ്ടപ്പെട്ട് ബുക്ക് ചെയ്തിട്ട് ഞാൻ വരാതിരിക്കുമോ. ഞാൻ എന്ത് വില കൊടുത്തിട്ടും ഇവിടെ വരാനല്ലേ നോക്കത്തുള്ളൂ എന്ന്
എന്നും പറഞ്ഞ് സംസാരിച്ച് വരുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹരാനാണെങ്കിൽ ഇവനെ ഓടി വന്നങ്ങ് കെട്ടിപ്പിടിക്കും. ഇത് സത്യം പറഞ്ഞാൽ നമ്മളുടെ ചാനും നല്ലതുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു അവളുടെ ഇങ്ങനെയുള്ളൊരു ആക്ഷൻ കണ്ടിട്ട്. പെട്ടെന്ന് തന്നെ ചാൻ പറയും, നീ എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? ഞാൻ വന്നില്ലേ? ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് നിന്റെ അടുത്ത് പറയാൻ വിട്ടുപോയി. ഞാൻ നിന്നെ വിളിക്കാനൊക്കെ ട്രൈ ചെയ്തതാ. ഇവിടെയായിട്ട് നമ്മളുടെ ചാനും ഹരാനും കൂടി ഒരുമിച്ചിരുന്ന് ഡിന്നറൊക്കെ കഴിക്കാൻ തുടങ്ങും. അവിടെയായിട്ട് ചാൻ പറയും, ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ ഹരാൻ പറയും, എനിക്ക് നിന്റെ മെസ്സേജ് ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് നമുക്ക് പാസ്റ്റിലുള്ളൊരു സീൻ കാണിക്കുന്നത്. അതായത് നമ്മളുടെ ചാനാണെങ്കിൽ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് ഹരാന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേ സെക്കൻഡിൽ തന്നെ അവനാണെങ്കിൽ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹരാനാണെങ്കിൽ അയച്ച മെസ്സേജ് അവൾക്ക് സെൻഡ് ആയിട്ടില്ലായിരുന്നു. ഇവിടെയായിട്ട് ചാൻ പറയും, ഞാൻ ഒരുപാട് ട്രൈ ചെയ്തതിൻ്റെ ഫലമായിട്ട് അവസാനം ഞങ്ങളുടെ ആ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫോൺ എടുക്കാനുള്ള ടൈം പോലും ഉണ്ടായിരുന്നില്ല, അത്രയ്ക്കും ബിസി ആയിരുന്നു എന്ന്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹരാന് ഭയങ്കര സന്തോഷമാവും. നമ്മുടെ ചാനായിരുന്നാലും കഫേയിലുള്ള അങ്കിളില്ലേ, അയാളെ വിളിച്ചിട്ട് പറയും, ഞാനിവിടെ നാട്ടിലെത്തിയെന്ന്. ഇത് കേൾക്കുന്നതും ആ അങ്കിളോടെ പൊട്ടിക്കരയാൻ തുടങ്ങും. അയാൾ നമ്മളുടെ ചാനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹരാനായിരുന്നാലും ചാൻ സംസാരിക്കുന്ന കേട്ട് കേട്ട് അവസാനം അവൾ അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോവും. ഇത് കാണുന്നേ നമ്മളുടെ ചാനിന് മനസ്സിലാവും ഹരാൻ അവനെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് എന്ന്. അവൻ മൂടി വന്നിട്ട് ഇവൻ്റെ കോട്ടയ്ക്കൂരി അവളുടെ ദേഹത്തായിട്ട് ഇട്ടൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഹെയോങ്ങിനെയാണ്. അവളാണെങ്കിൽ അവൾ ഏറ്റെടുത്ത ഒരു പ്രോജക്റ്റിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്തിങ്ങിൻ്റെ കമ്പനിയിലായിട്ട് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ അവൾക്ക് മനസ്സിലാവും അവൾ ചെയ്ത ആ ഒരു മിസ്റ്റേക്കിനെ ഓൾറെഡി ആരോ ഒരാൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. അത് വേറെ ആരുമല്ല, നമ്മളുടെ മിസ്റ്റർ യൂൻ തന്നെയായിരുന്നു. വേഗം തന്നെ നമ്മളുടെ ഹെയോങ് ആണെങ്കിൽ മിസ്റ്റർ യൂനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് ചോദിക്കും, ഞാൻ ചെയ്യുന്ന തെറ്റുകളെല്ലാം നിങ്ങളെന്തിനാ കറക്റ്റ് ചെയ്യാൻ നടക്കുന്നത്? ഉടനെ തന്നെ അവിടെയായിട്ട് മിസ്റ്റർ യൂൻ പറയും, അല്ല നീ എന്തിനാ എപ്പോഴും നീ ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അത് നിനക്കൊന്ന് മാറ്റി പിടിച്ചൂടെ? പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹെയോങ്ങിന് ഒരു കാര്യം ഓർമ്മ വരും. പണ്ട് അവളുടെ അച്ഛനും അമ്മയും മരിച്ച സമയത്തും അവൾ ഇതേപോലെ ഓക്കെയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് നടന്നത്. ആ സമയത്ത് നമ്മളുടെ മിസ്റ്റർ യൂൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതാലോചിച്ചിട്ട് നമ്മളുടെ ഹെയോങ് അങ്ങ് ഒരുമാതിരിയാവും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹരാനും അതേപോലെ ചാനും കൂടി ഒരുമിച്ച് നടക്കുന്നതാണ്. ഇവിടെയായിട്ട് ഹരാൻ ചോദിക്കും, ഞാൻ ഇത്ര നേരം ഉറങ്ങിയെന്നുണ്ടെങ്കിൽ നീ എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചെണീപ്പിക്കാഞ്ഞ്? അപ്പോൾ നമ്മളുടെ ചാൻ പറയും, നിന്റെ ഉറക്കം കണ്ടപ്പോൾ മനസ്സിലായി നീ കുറേ ദിവസത്തിന് ശേഷമാണ് ഇത്ര നല്ലതുപോലെ ഉറങ്ങുന്നേ എന്ന്. ഹരാൻ അവിടെ നമ്മളുടെ ചാൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നിന്റെ ലഗേജ് ഒക്കെ എന്തി? അപ്പോഴാണ് നമ്മളുടെ ചാനിന് ഓർമ്മ വരുന്നത് തന്നെ അവനവൻ്റെ ലഗേജ് എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. എയർപോർട്ടുകാരാണെങ്കിൽ അത് ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ നമ്മളുടെ ചാൻ പറയും, എന്നാൽ പിന്നെ നീ വീട്ടിലോട്ട് പോക്കോ, ഞാൻ എൻ്റെ ലഗേജ് എടുത്തിട്ട് വരാമെന്ന്. അങ്ങനെ നമ്മളുടെ ചാൻ നേരെ വരുന്നത് ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയായിട്ട് അവൻ ലഗേജ് കിട്ടുന്നത് നമ്മളുടെ ഹരാന് ഫോട്ടോ അയച്ചു കൊടുക്കും. അത് കാണുന്നത് നമ്മളുടെ ഹരാൻ പറയും, ആഹാ ലഗേജ് കിട്ടിയല്ലേ. ഇവിടെയായിട്ട് നമ്മളുടെ ഹരാനായിരുന്നാലും ചാനിനെ കാണാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ചാനാണെങ്കിൽ ചോദിക്കും, അല്ല നീ ഇപ്പോൾ എവിടെ എത്തി? നീ വീട്ടിലോട്ട് പോയോ? ഉടനെ തന്നെ ഹരാനാണെങ്കിൽ എയർപോർട്ടിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്തിട്ട് പറയും, ഇല്ല ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ചാനാണെങ്കിൽ ഹരാനെ കാണും. അവിടെയായിട്ട് ഹരാൻ പറയാൻ തുടങ്ങും, നീ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് മിണ്ടാൻ വന്നപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് ഭയങ്കര കോൾഡായിട്ടല്ലേ ബിഹേവ് ചെയ്തത്? അതിന് ശേഷമല്ലേ ഞാൻ നിൻ്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കാൻ തുടങ്ങി. ഇനി ഒരിക്കലും ഞാൻ നിൻ്റെ അടുത്ത് കോൾഡായിട്ട് ബിഹേവ് ചെയ്യത്തില്ല. എപ്പോഴും ഞാനിനി നല്ല കുട്ടിയായിട്ടിരിക്കും, നിന്നോട് ഞാൻ സ്നേഹം കാണിക്കും എന്നൊക്കെ നമ്മളുടെ ഹരാൻ ഇങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ചാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവൻ എന്തൊക്കെയോ ഫീൽ ചെയ്യും. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ ഹരാനെ കാണുന്നതും അവളുടെ അടുത്തോട്ട് ഓടി വന്ന് അവളെ എങ്ങ് കെട്ടിപ്പിടിക്കും. നമ്മളുടെ ഹരാൻ നല്ലതുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.